ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബിൻ്റെ ഈ മാസം 24-ാം തീയതി മുതൽ യൂട്യൂബ് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിക്കോരി എല്ലാവർക്കും അങ്ങോട്ട് വ്യൂസ് കൊടുക്കുക. അതാണ് യൂട്യൂബ് കൊണ്ടുവന്ന പുതിയൊരു മാറ്റം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു വ്യൂസ് ആയിട്ട് വരും. അത് 3 സെക്കൻഡിന്റെ താഴെ കണ്ടാലും അതൊരു വ്യൂസ് ആയിട്ട് വരും. അത് 3 സെക്കൻഡിന്റെ മേലെ കണ്ടാലും അതൊരു വ്യൂസ് ആയിട്ട് വരും. അത് ഷോർട്സിന്റെ കാര്യം. ഇനി ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30 സെക്കൻഡ് കണ്ടാൽ മാത്രമേ ഉള്ളൂ വ്യൂ ആയിട്ട് കണക്കാക്കുള്ളൂ. പക്ഷെ ഇപ്പോ ലോങ് വീഡിയോയിലും ഷോർട്സിലും എന്താണെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വ്യൂ ആയിട്ട് കണക്കാക്കും. ഇപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് വരുമാനം കിട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിലും ഇപ്പം പുതിയ യൂട്യൂബേഴ്സിന് മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിലും നമ്മുടെ മോണിറ്റൈസേഷൻ ആയ യൂട്യൂബേഴ്സിന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിലും എൻഗേജ്ഡ് വ്യൂസിനെയാണ് വേണ്ടത്. അതിപ്പോൾ ഇതേപോലെ ഓരോ ക്ലിക്കിനും ഓരോ വ്യൂസ് കിട്ടിയ വെച്ചിട്ട് ഒരു കാര്യമില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ CID മൂസ സിനിമയിൽ പറയുന്നുണ്ട്, തോക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഉപയോഗിക്കരുത്. അതേ അവസ്ഥയാണ് ഇതുള്ളത്. വ്യൂസ് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ മോണിറ്റൈസേഷൻ ആവുകയില്ല, വരുമാനം കിട്ടുകയില്ല. അതാണ് അവസ്ഥ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലിപ്പോ യൂട്യൂബ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പൊ എന്റെ ഒരു ഗുണം എന്താ? ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ക്ലിക്കിന് ഒരു വ്യൂസ് കിട്ടി, അങ്ങനെ എല്ലാ ക്ലിക്കിനും ഓരോ വ്യൂസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് ഇത് ഒരുപാട് വ്യൂസ് ഉള്ളതുപോലെ തോന്നും. ഉദാഹരണത്തിന് പണ്ടൊക്കെ 1000 വ്യൂസ് കിട്ടിയ ചാനലിന് ചിലപ്പോൾ ഇതുകൊണ്ട് 2000 വ്യൂസ് കിട്ടിയിരിക്കാം, അല്ലെ 2500, 3000, അല്ലെങ്കിൽ 5000, 10,000 കിട്ടിയേക്കാം. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇത് കാണുക, അപ്പോൾ ആൾ വിചാരിക്കും ഇത് അത്യാവശ്യം വ്യൂസ് ഉള്ള ഒരു ചാനലാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ അടങ്ങിയിരിക്കുന്നുണ്ട്, ഇത് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്, അങ്ങനെ ആൾക്കാർ കാണാം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പല ഇതും ഇല്ലേ, ഇഷ്ടംപോലെ വ്യൂസ് കൂടുതൽ കിട്ടുന്നില്ലേ, അതേ സിസ്റ്റം തന്നെയാണ് ഇവർ ഇതിന് കൊണ്ടുവന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള ഇതിനെ പറ്റിയുള്ള ഒരു ഗുണം. ഇത് ഇനിയിപ്പോൾ ഇതേപോലുള്ള എന്തൊക്കെ മാറ്റം വരുമെന്ന് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫെബ്രുവരി 1-ാം തീയതി മുതൽ എല്ലാ അപ്ഡേഷനും മാറുകയാണല്ലോ, ക്രൈറ്റീരിയ മാറുകയാണല്ലോ. 4000 മണിക്കൂറുള്ള 8000 മണിക്കൂർ, പിന്നെ 1 കോടി ഷോർട്സ് ഉള്ള 2 കോടി ഷോർട്സ് വ്യൂസ്. അങ്ങനെ ഇത് മാറുന്ന സമയത്ത് കൂടുതൽ നമുക്ക് വ്യൂസ് വരുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കുന്ന യൂട്യൂബേഴ്സിന് ഒരു സന്തോഷമാണല്ലോ. 8000 മണിക്കൂർ എനിക്ക് ഉണ്ടാക്കിയെടുക്കാം, അപ്പോൾ കൂടുതൽ വ്യൂസ് എനിക്ക് വന്ന്, അല്ലെങ്കിൽ 2 കോടി വ്യൂസ് ഷോർട്സിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാം, അപ്പോൾ കൂടുതൽ വ്യൂസ് വന്ന്. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയാനും പറ്റൂല. കാരണം വെച്ചാൽ ഇതിനെ പിടിച്ച് നിർത്തി ഇതാക്കുക. പക്ഷേ എൻഗേജ്ഡ് വ്യൂസ് വരുന്നുണ്ടോ? അതില്ല. അതാണ് സിസ്റ്റം. പക്ഷെ എന്നിരുന്നാലും ഇതൊരു തമ്മിൽ ഭേദം കുറച്ച് നല്ലൊരു അപ്ഡേഷനാണിത്. ആൾക്കാർ കൂടുതൽ കണ്ടോട്ടെ, 2 വ്യൂസ് കിട്ടിക്കോട്ടെ. എന്തായാലും നോക്കാം. 24-ാം തീയതിയാണ് സംഭവം, തിങ്കളാഴ്ച തൊട്ടിട്ടാണ് യൂട്യൂബിന്റെ ഒരു പുതിയ അപ്ഡേഷൻ വരുന്നത്. അതെ, അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. ഇതേപോലുള്ള യൂട്യൂബിൻ്റെ അപ്ഡേഷൻസും പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിനെ പറ്റി എന്ത് സർവീസിനും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ബൈ.